ഗൈസ് നമുക്ക് ഇതുപോലത്തെ കവർ വാങ്ങണം. ഞങ്ങൾ ഉണ്ടാകുമ്പോൾ പോകുന്നുണ്ടോ? അവിടെ റോഡൊന്നും കാണാനില്ല. ക്ലൈമറ്റ് ഈസ് വെരി വെരി ഓ നമ്മളെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇവിടെ കാറ്റടിക്കുന്നുണ്ട്. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഹായ് 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 ചെയ്യുന്നവരെല്ലാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നലെ കടന്നുറങ്ങിയ സ്ഥലമാണ് ഈ ഒരു പറമ്പെന്ന് പറയുന്നത്. ഈ ഒരു പറമ്പിൽ പക്ഷെ ഒരുപാട് നായ്ക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ചെറുതായിട്ട് വേസ്റ്റ് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കവർ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ നായ്ക്കൾ ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ അങ്ങോട്ട് ഫ്രണ്ടാക്കി ഇട്ടിരുന്നത്. കാരണം എന്താ വെച്ചാൽ വന്നാൽ നിർത്തിയതല്ല. പക്ഷേ ഇപ്പോൾ വണ്ടിക്ക് ഒരു ചെറിയ ചെരിവുണ്ട്. ഇങ്ങോട്ട് ഫ്രണ്ടാകുമ്പോഴാണ് അങ്ങോട്ട് ചെറിയൊരു സ്ലോപ്പ് വരും. അപ്പോൾ നമ്മുടെ ബെഡ് ഈ ഒരു ലെവലിൽ നിൽക്കണ്ട. ബെഡൊന്നും കഴിച്ചില്ല, ബെഡൊക്കെ കഴിക്കണം. നമ്മളുടെ ഡ്രസ്സാണ് അരി ഫ്രണ്ടിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. വല കഴിച്ച് വെച്ചു. അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കണം. മോനെ ചായ ഉണ്ടാക്കണം. ഇവിടെ നിന്നൊരു ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 8 മണിയാണ്. നേരം വൈകിട്ട് എണീക്കണം, നേരം വൈകിട്ട് കിടക്കണം. നല്ലൊരു 12-12:30 ആയില്ലേ ഉറങ്ങിയപ്പോഴേക്ക്. എഡിറ്റിങ് കാര്യമൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോഴേക്ക് 12:30 ആയി. അപ്പോൾ ഇനി ചായ ഉണ്ടാക്കണം. ഫസ്റ്റ് തന്നെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. ബെഡൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളിന്ന് പോകുന്നത് നെല്ലിയാമ്പതി ഭാഗത്തേക്കാണ്. നാളെ നമ്മൾ തൃശ്ശൂരിലേക്ക് വരും, തൃശ്ശൂർ ജില്ലയിലേക്ക് വരും, തൃശ്ശൂർ ടൗണിലേക്കല്ല. എന്തെങ്കിലും നമ്മളിവിടെയാണ് ഈ ഒരു ചർച്ചിൻ്റെ മുമ്പിലായിട്ടാണ് കിടന്നത്. ജപമാല റാണി ചർച്ച്, അതാണ് അവിടെ ബോർഡ് കൊടുത്തിട്ടുള്ളത്. ചർച്ച് കാണാൻ രസമാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ വല്ലാതൊന്നും, ഞങ്ങളാ വണ്ടൂർ പരിസരത്തൊന്നും വല്ലാതൊന്നും ചർച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ ചർച്ചയൊക്കെ കാണാൻ. അല്ലടാ മാലയാണ് തൂക്കിയിട്ടുള്ളത്. മാലയാണ് നടുവ് കൂടെ തൂക്കിയില്ലേ, കണ്ടോ? ഏതായാലും അങ്ങനെ ഇനി നമ്മളുടെ പരിപാടി എന്താ വെച്ചാൽ ഈ ബെഡുകൾ മടക്കിയെടുക്കണം. ഞങ്ങൾ ഈ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഈ പേഴ്സ് അതുപോലെ തന്നെ മറ്റ് ക്യാമറ സംഭവങ്ങളൊക്കെ ഈ ബാക്കിലേക്ക് ഈ ഒരു ഗ്യാപ്പിലേക്ക്, ഇവിടെ ഒരു ഗ്യാപ്പാണല്ലോ, അതായത് ഇവിടെ ഒരു 1.5 അടി ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ഈ ഒരു ഗ്യാപ്പിലേക്കാണ് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാറ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലഭാഗം ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് തന്നെ സുഖമാണ്. ഇനി ഇതൊന്ന് മടക്കി വെക്കണം. ഇത് മടക്കി വെച്ചിട്ട് എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. എന്നിട്ട് തുടങ്ങാം നമ്മൾക്ക് യാത്ര. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ അടിക്കണം, ലൈക്ക് അടിക്കണം മറക്കരുത്. ഞാനും കുക്കും ഒരു 2005 മോഡൽ ഓട്ടോറിക്ഷയും കൊണ്ട് ഇന്ത്യ കാണണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് യാത്രകൾ നടത്തി. ഇപ്പോൾ അതിൻ്റെ ഒരു തുടർ യാത്രയാണത്, തുടർന്നുള്ളൊരു യാത്രയാണ്. ഈ ഒരു യാത്രയിൽ ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ ഒരു പകുതിയല്ല, കേരളത്തിൽ ഞങ്ങളൊരു 9ഓളം ജില്ലകളിൽ ഞങ്ങളുണ്ടാവും. ഞങ്ങളുടെ ജില്ല ഒഴികെ ബാക്കി 9 ജില്ലകളുണ്ടാവും. അപ്പോൾ ഈ കേരളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇവിടെ നേരെ തമിഴ്നാടൊക്കെ കയറി അങ്ങനെ ഉത്തർപ്രദേശ് വരെ പോകണം, അല്ലെങ്കിൽ ആസാം വരെ പോകണം എന്നത് ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിയൊരു ട്രിപ്പാണത്. എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല. സക്സസ് ആവും, കാരണം ഞങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്. നമ്മൾക്ക് നല്ല രീതിയിൽ ആഗ്രഹിച്ചാൽ തന്നെ നമ്മളുടെ കൂടെ പ്രകൃതി വരെ നിൽക്കുന്നതാണ്. നടക്കട്ടെ, ഏതായാലും ഞങ്ങളിതൊക്കെ സെറ്റാക്കട്ടെ. ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല എന്താ ബ്രെഡുണ്ട് ഇവിടെ. അവിലെടുക്കണോ? അവിലായിക്കോട്ടല്ലേ. ബ്രെഡ് നമുക്ക് വൈകുന്നേരമൊക്കെ കഴിക്കാം. ഒരു ഇടച്ചായക്കൊക്കെ അതിനെടുത്ത ബ്രെഡും ബേക്കറെടുത്ത. ഈ അവിൽ പുതിർത്തി കഴിക്കാൻ വേണ്ടി ശരിക്കും നല്ല പാട്ട പോലത്തെ ഐറ്റംസ് കഴിക്കണം. പക്ഷേ ഞങ്ങൾ ഇതുപോലെ ഞങ്ങളെ ചോറിലിട്ട് ചോറിൻ്റെ പ്ലേറ്റിലിട്ടാണ്ട് തന്നെയാണ് കഴിക്കുന്നത്. 2 സ്പൂൺ ഉണ്ടായിരുന്നല്ലേ അങ്ങനെ. ഇതെനിക്ക്, അത് നിനക്ക്. ഓക്കെ 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 കുറച്ചും കൂടി ഇടാവില്ല. കിടക്കട്ടെ ഒരു കുതിരപ്പവൻ. ചങ്ങന്മാരെ, കഴിഞ്ഞ വീഡിയോയിൽ സൗണ്ടിന് വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആൾറെഡി നമുക്ക് മൈക്കില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ GoPro Hero 9 ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ മൈക്കില്ല. ഈ ക്യാമറയ്ക്കാണെങ്കിൽ മൈക്ക് വാങ്ങിയാൽ മാത്രം പോരാ, വേറെ ക്നാപ്പും കൂടി വാങ്ങണം. ഒരു അഡാപ്റ്റർ, ഇവിടെ താഴെ മൈക്കൊക്കെ ഒരു അഡാപ്റ്റർ. അപ്പോൾ അതില്ല മൈക്ക്. എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ക്യാമറൻ്റെ മൈക്കമ്പത്തിന് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ക്യാമറ വെക്കാൻ വേണ്ടിയിട്ടൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുമ്മ ഇങ്ങനെ വെക്കലാണ് സാധാരണ പതിവ്. അപ്പോൾ ഇതുമ്മ വെക്കുമ്പോൾ ഇപ്പോൾ ഈ ട്രിപ്പിന് ഇപ്പോൾ ആ കേട്ട വോയിസൊക്കെ നമ്മൾ അതുമ്മ വെച്ചിട്ട് ഞാൻ ഇവിടെ ഇത്ര അടുത്തൊന്നും തന്നെയാണ് സംസാരിക്കണം. പക്ഷേ ഇതിൽ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ മൊബൈൽ വെക്കണ ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ ട്രിപ്പോഡ് ഇത് ഇളകുവാണ് ഇങ്ങനെ ഓട്ടർഷല്ലേ. അപ്പോൾ ഇതിങ്ങനെ
അങ്ങനെ ക്യാമറ ഇങ്ങനെ കട്ട 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 കട്ട. പക്ഷെ ആ സൗണ്ട് എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിപ്പോൾ ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അത് ഇന്ന് പരിഹരിക്കാൻ പറ്റുമോട്ടെ. അല്ലെന്നാണ് ഇവിടെ ഫ്രണ്ടിൽ വെക്കുന്ന ആ ഒരു പരിപാടി നിർത്തി മുമ്പ് കുക്കുവിൻ്റെ കയ്യിൽ കൊടുത്തതുപോലെ തന്നെ കൊടുക്കേണ്ടി വരും. അന്ന് കുക്കുവിൻ്റെ കയ്യിലായിരുന്നു ചെറിയൊരു സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. അതന്നെ എല്ലാവർക്കും ഒരു അരോചകമായിരുന്നു. ഇതിപ്പോൾ വലിയൊരു സൗണ്ടാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ എല്ലാവരും ഇട്ടേർന്ന് പോവും. അപ്പോൾ എനിക്കെന്താ അല്ലേ നോക്കാം. നെന്മറയിൽ നിന്നും നെല്ലിയാമ്പതിക്കുള്ള റോട്ടിന് കയറിയിട്ടുണ്ട്. എന്താണ് അളുവാശ്ശേരി എത്തിയിട്ടുണ്ട് ഞങ്ങൾ. അളുവാശ്ശേരി. അപ്പോൾ ഇനി നെല്ലിയാമ്പതിയിലാണ് നമ്മുടെ കളി. ഇന്ന് വൈകിട്ട് നെല്ലിയാമ്പതി ഇറങ്ങും ചെയ്യട്ടെ ഞങ്ങൾ. രാവിലെയൊക്കെ നല്ല മഴക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇരുണ്ട് മൂടി വന്നിരുന്നു. നെല്ലിയാമ്പതി മലകളുടെ മേലെ ഒക്കെ നല്ല ഇരുണ്ട് മൂടിയുണ്ട്. നല്ല മഴക്ക് സാധ്യതയുണ്ട്. മഴ പെയ്താൽ പണി കിട്ടും. കിട്ടട്ടെ, പണി കിട്ടട്ടെ. നല്ല റോഡാട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. രണ്ട് സൈഡിലും നല്ല പുളിമരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. അതുപോലെ തന്നെ ഇടയ്ക്ക് ആൽമരങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ വള്ളികളൊക്കെ തൂങ്ങിയിട്ടൊക്കെ നല്ല മനോഹരമായ കാഴ്ചയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ പോരുന്ന വഴിക്ക് ധാരാളം നെൽകൃഷിയാണ്. ഇന്നലെ കണ്ടതുപോലെ നമ്മളുടെ 2 വർഷങ്ങളായിട്ട് നെൽകൃഷി കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മളുടെ ഒരു ഉൾഗ്രാമം കാഴ്ചകൾ നമ്മൾക്ക് ഇതിലേക്ക് നന്നായിട്ട് കാണാനും ആസ്വദിക്കാനും വേണ്ടി കഴിയും. അപ്പോൾ നേരെ ഫ്രണ്ടിലേക്ക് കാണുന്നതാണ് നെൽകൃഷിയാണ്. അതുപോലെ തന്നെ നെല്ലിയാമ്പതി മലനിരകളൊക്കെ കാണാം. അതിൻ്റെ മേലേക്ക് ഇരുന്ന് നിൽക്കുന്നത് കാണാം. ഇവിടെ റോഡൊക്കെ നല്ല നനഞ്ഞുണ്ട്. നന്നായിട്ട് മഴ പെയ്ത ഒരു ലക്ഷണം ഇവിടെ ഉണ്ട്. ഇതാണ്ടാ കുതിരവണ്ടി പോകണ്. കുതിരവണ്ടി പോട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് നെല്ലിയാമ്പതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാസ് എടുക്കാനുള്ള കാര്യക്കാരില്ലായിരുന്നു. അടുത്തു. പക്ഷേങ്കിൽ ഞങ്ങളൊന്നും കുക്ക് ചെയ്തില്ല. രാവിലെ ചായ കുടിച്ചതല്ലേ, ഒന്നും കുക്ക് ചെയ്തില്ല. അപ്പോൾ കാടാണ്, കാട്ടിലേക്ക് കയറാൻ പാടില്ല എന്നൊക്കെ ഒരു പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാസ് കിട്ടി, നമ്മൾ കയറി പോവാം. കുഴപ്പമൊന്നുമില്ല. ഓട്ടോറിക്ഷ ആണെങ്കിലും ഇതുവഴി കയറ്റും കേട്ടോ. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ഇറങ്ങണം എന്നാണ്. 5 മണിയാകുമ്പോഴേക്ക് റിട്ടേൺ വരണം. ഏതായാലും പോയി നോക്കാം അല്ലേ. കുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബ്രെഡ് ചായയൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും അവിടെ എന്തെങ്കിലും ഹോട്ടൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാക്കൂലല്ലോ. ഇതാണ് ചെക്ക് പോസ്റ്റ്. കയറി പോവാണ്. ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു. ഇവിടെ ഗേറ്റിൽ തന്നെ കാട്ടുപോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നെല്ലിയാമ്പതി കാട്ടിലേക്ക്, മലകളിലേക്ക്, കുന്നുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പോത്തുണ്ടി സെക്ഷൻ ആസ്ഥാനം. പോത്തുണ്ടി ഡാമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരിക. ഞങ്ങൾ ഡാം കയറിയില്ല, ഡാമിൻ്റെ അവിടെ പോയില്ല. നല്ല തിക്നെസ് ഉള്ള കാടാണല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതും ആദ്യമായിട്ടേ കാര്യം. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. നെല്ലിയാമ്പതി കേൾക്കാം. നമ്മുടെ അടുത്തുള്ളവരൊക്കെ വരാറുണ്ട്. ഞങ്ങൾ ഇതുവരെയായിട്ട് വന്നില്ല. ലേക്കിന്റെ വ്യൂ ഉണ്ട്. മക്കളെ, ഏതാണ് പോത്തുണ്ടി ഡാം എന്ന് പറയുന്നത് അല്ലേ. വെള്ളം കുറവല്ലടാ. അവിടേക്കൊന്നും വെള്ളമില്ലല്ലോ. ചൂടോ വെള്ളം. ഇത് ഒരു കനാലാവാം, അല്ലെങ്കിൽ ഒരു പുറത്തേക്ക് വെള്ളം കളയാമല്ലേ. ഒരു ഷട്ടറോ എന്തെങ്കിലുമൊക്കെ ആവാം. മലയ്ക്ക് മേലൊക്കെ നല്ല കാർമേഘമാണ്. നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിൽ നദിയിൽ ഒരുപാട് കിളികൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ, കുളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ പറയുക, അടിപൊളിയാണ്, നല്ല രസമാണ്. ഞങ്ങൾ ഇനി അങ്ങോട്ട് തന്നെ പോയോട്ടെ. നമുക്ക് മേലേക്ക് പോയേക്കാം. ഞങ്ങളെ കുറച്ച് മേലേക്ക് കയറി പോന്നു. കുറച്ച് മേലേക്ക് കയറി കൊണ്ടോ പോത്തുണ്ടി ഡാമിൻ്റെ ഇവിടെ നല്ല മനോഹരമായ നല്ല കാഴ്ചയാണ്. കോടയൊന്നും ഇല്ല കേട്ടോ. മേലേക്ക് പോകുന്നതോറും ഉണ്ടാവോ. നോ സ്മോക്കിംഗ്, നോ ആൽക്കഹോൾ. എന്നോടാണ് പറയണേ കേട്ടോ. കള്ള് കുടിച്ചരുത്, വലിച്ചരുത്. ഓക്കെ. നല്ല രസമായിട്ടില്ല പോരാൻ വേണ്ടിയിട്ട്. ഈ പച്ചപ്പും ഹരിതാപം കാണുമ്പോൾ തന്നെ നല്ലതാ, നല്ല രസം. അവിടെ ഒരു വാചകം എഴുതിച്ചാൽ അത് ശ്രദ്ധിച്ചറിയില്ല. അതായത് മണ്ണും വെള്ളവും വായും തരുന്നത് കാടാണ്. കാടിനെ നമ്മൾ സംരക്ഷിക്കണം. ഓക്കെ. മലയ്ക്ക് മേലെ മഴ പെയ്തിട്ട് ചെറിയ ചോലകളൊക്കെ ഇപ്പോൾ ഒലിച്ചു വരുന്നുണ്ട് കേട്ടോ. ചെറിയ നീർച്ചോലകളൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു നീർച്ചോല ചെറുതായിട്ട് കാണാം. കുണ്ടറച്ചോലപ്പാലമാണ്. കുണ്ടറച്ചോല. എന്തായാലും കുണ്ടറച്ചോല ഉണ്ട്, കുഴപ്പമില്ല.
കൂടെ അല്ലേ? അടാ മോനെ, ഈ വെള്ളമൊക്കെയാണ് പുറത്തേക്ക് പോകണം. നല്ല വെള്ളം വരുന്നുണ്ട് കേട്ടാ, സൂപ്പറായിട്ട് വീഴുന്നുണ്ട്, അടിപൊളി. ഇതിലങ്ങനെ താഴത്തേക്ക് കൊണ്ടുകൂടെ കാട്ടുകൂടെ അങ്ങനെ ഒഴുകി പോവാൻ ഇവിടാ. ഇവിടേക്ക് കയറുമ്പോഴൊക്കെ എത്രങ്ങാനും ഇതുപോലത്തെ ചെറിയ ചെറിയ ചോലകളാണ് അല്ലേ? നല്ല കുടിക്കാൻ പറ്റിയ വെള്ളമാണ്, അതറിയാം എനിക്ക്. പിന്നെ ഇതിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ കാടാണ്, കാട്ടിലെ മൃഗങ്ങളൊക്കെ ഇതിൽ നിന്ന് വെള്ളം കുടിക്കലുണ്ടാവാം. അവയുടെ രോമം, കാഷ്ടം അത്ര മുതലായ സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രോമൊക്കെ വറ്റിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു രസം നോക്കി ഞങ്ങൾ സ്റ്റെപ്പായിട്ട് അങ്ങനെ ചടപ്പ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നല്ല മഴ ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ചോടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കൂടെ അങ്ങനെ പോകും. അങ്ങനെ പോയിട്ട് എവിടേക്കെത്തും? ആ കാണുന്ന പോർത്തുണ്ടി ഡാമിലേക്ക് എത്തും അല്ലേ? അങ്ങനെ ഒരു നിസ്സാര സംഭവമല്ല അത്. അങ്ങനെ പല ഭാഗത്തുനിന്നും വന്ന് ചാടിയിട്ടാണ് അത്രയും വലിയൊരു ഡാമിലേക്കുള്ള വെള്ളം വരുന്നത്. നമുക്ക് മലയ്ക്ക് മഴ പെയ്യണം, എന്നാലേ ഇപ്പോൾ ഒക്കെ നടക്കുകയുള്ളൂ. ഇന്ന് രാവിലെ ചെറിയൊരു മഴ പെയ്താണ്, പക്ഷെ ഇപ്പം അല്ല കേട്ടോ, ഇപ്പം മഴയൊന്നുമില്ല. ആകെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വൈപ്പർ റെഡിയാക്കി, വൈപ്പർ കംപ്ലൈൻ്റ് ആയി, അത് വർക്കാകുന്നില്ല. എന്തിപ്പോൾ കൊടുത്തോളൂ വെള്ളം കുടിക്കുക? ആടാ വെള്ളം ഇങ്ങോട്ട് വന്നല്ലോ. അപ്പൊ ഇന്ന് പെയ്ത മഴയാണ് കേട്ടോ. ഓ ഗൈസ്, ഇന്ന് പെയ്ത മഴയാണ്. ഇതിപ്പോ വെള്ളം ഇവിടെ എത്തിയുള്ളൂ, അതിലൊന്നും ഒഴുകി പോണില്ലല്ലോ അല്ലേ? ആടാ മോനെ, നേരെ ഒഴുകി പോകണ്ടോ അടിയിൽ കൂടെ ഇതിലേക്ക്? ഇല്ല, ഉണ്ടെങ്കിൽ ഇതിലിങ്ങനെ കാണൂല അല്ലേ, പരന്ന് വിളിച്ചാണ്ട്. ഇതിവിടെ നിറഞ്ഞിട്ട് വേണം ഞാൻ അടുക്ക് ചെല്ല. എന്നടാ അത് മലയാ കാടാ? ഇപ്പൊ ഈ ഒരു ടൈമിൽ കുറച്ച് തണുപ്പ് കയറി വരുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിലേക്ക് കയറി പോകുന്നു കേട്ടോ, കയറി പോകുന്നു. ഇപ്പൊ നല്ല രീതിയിലൊക്കെ എന്താ പറയാ, തണുപ്പ് കുറച്ചൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ആകെ ഇരുണ്ട് മൂടി കിടക്കാനുള്ള മുന്നിൽ നമ്മുടെ സ്റ്റാൻഡിലേക്കാണ് നമ്മുടെ ക്യാമറ വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ സൗണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടാവും. നമ്മുടെ കയ്യിൽ മൈക്കെല്ലാം ഫുള്ളായിട്ട് ക്ലിയർ ആക്കണമെങ്കിൽ മൈക്ക് വേണം. മൈക്ക് നമ്മൾ ഭാവിയിൽ എല്ലാം ഉണ്ടാവുന്നതാണ്. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം ദയവേത്. ഏതായാലും ഞങ്ങൾ ഈ ഇരുണ്ട് മൂടിയ കാട്ട്, ഈ വനത്തിലൂടെ ഞങ്ങൾ അങ്ങ് നെല്ലിയാമ്പതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മലന്റെ മേലൊക്കെ നോക്കാം, കോട കയറി പോണ് കേട്ടോ. അവൻ്റെ മക്കളെ അടിയിൽ നിന്ന് കോട മേലേക്ക് അങ്ങനെ കയറി പോവാണ് ചെയ്യുന്നത്. കാഴ്ചകൾ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നൊക്കെ തോന്നുന്നു. ഭയങ്കര ചേട്ടൻ കാണിക്കുന്ന പറഞ്ഞാൽ കാണിച്ചിരിക്കും. ഇവിടെ എന്താ കോട ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമോ? ഇവിടെ നിന്നാണ് കോട ഉണ്ടാവുന്നത്, എന്നിട്ട് അങ്ങനെ കയറി പോവാ. ശരിക്കും ഉണ്ടോ? നല്ല നമ്മുടെ വണ്ടി ഇവിടെ മലമൂട്ടിൽ നമ്മുടെ വണ്ടി ഇട്ടിട്ടുണ്ട്. മക്കളെ മേലേക്ക് നല്ല മഴ ഉണ്ട് കേട്ടോ, ഉണ്ടാവും. നല്ല തണുപ്പുണ്ട്. കോട കയറിപ്പോയിട്ട് അതിലൊക്കെ ഉണ്ടാവും. ഈ കോട ഇങ്ങനെ കയറിയിട്ട് അങ്ങനെ മേലേക്ക് പോവാണ്. ഇവിടെ നിന്ന് കോട ഇങ്ങനെ വരുന്നുണ്ട്. നല്ല രസപ്രദമായ കാഴ്ചയാണ്. എന്നാ മലയല്ല ഭയങ്കര. ഇവിടേക്കൊക്കെ നല്ല താഴ്ചയുള്ള സ്ഥലങ്ങളാട്ടോ അല്ലേ? താഴ്ച തണുക്കുണ്ടെങ്കിൽ അല്ലേ? ചെറിയ തണുപ്പ് വരുന്നുണ്ട്. തണുപ്പ് കൂടി വരുന്നോണ്ടൊക്കെയാണ്. എങ്ങനെ കോടയല്ലേ? കോട ആ മല ഇപ്പൊ കാണാനല്ലേ? എത്ര അങ്ങനെ കയറി വരുന്നത്, അടിയിൽ നിന്ന് അങ്ങനെ കയറിയിട്ട് വരുവാണ്. ആ മലയുടെ മേലെ കൂടെ അങ്ങനെ പോയിട്ട് കാണണ്ട, ആ വൈക്ക് അങ്ങനെ പോവാണ് സംഭവം കേട്ടോ. മേലേക്ക് അങ്ങനെ കയറി പോവാണ് അവർ ചെയ്യുന്നത്. നമുക്ക് പോയോക്കല്ലേ മേലേക്ക്? ഇത് പൊന്ന് ചെങ്ങന്മാരെ, കോട എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മേലേക്ക് വന്നപ്പോ ഇപ്പൊ ആ മലനിരന്നെ കാണാനില്ല, അത്രത്തോളം കോടയായി കണ്ടാ. അത്രയും കോടയായിട്ടുണ്ട്. എവിടേക്ക്? ആടാ, ഇതിലൊക്കെ ഫുള്ളായിട്ട് കോട കയറി. ഓ മൈ ഗോഡ്, പൊന്ന് ചെങ്ങന്മാരെ, ഇതാകെ കാണാനില്ലാത്ത അവസ്ഥയായില്ലടാ അല്ലേ? കുട്ടാ പോ, ഞാൻ എന്നെ കാണാതാകോ? അവിടേക്കും പോകരുത്. ആ അപകടമാണ്. അത് അപകടത്തിമ്മക്കും നമ്മൾ പോകരുത്. പൊയ്ക്ക ചേർന്ന് ആ കൊമ്പുമ്പ് കയറാൻ പോ ഇതുമല്ലേ. എൻ്റെ ഒരു പൂതി തണക്കുണ്ടോ? ഓ, ഇതാ അടിച്ച് കയറി മോനെ, ഫുള്ള് മൂടി, കാണാനില്ല ഒന്നും. നീ ഈ മരം കാണൂല, അവിടെ റോഡൊന്നും കാണാനില്ല. ക്ലൈമറ്റ് ഈസ് വെരി വെരി മക്കളെ. എന്നാടാ അതൊക്കെ ഫുള്ള് കൂടി പോയി. ഓ, അത് കാണൂല, അത് ആകാശത്ത് നോക്കിയ മാതിരിയെ കരുതി നിക്കണേ.
ആടാ മക്കളെ നെല്ലിയാമ്പതി ഇപ്പം നല്ല ടൈമാട്ടോ, വിസിറ്റ് ചെയ്യേണ്ട ടൈമാണ്. ഇപ്പോൾ അവിടെ റോട്ടിൽ നിൽക്കുന്ന ആളുകളൊന്നും കാണാമല്ല. ഇനി വണ്ടി ഇങ്ങനെ പോകുന്നു, ചിലപ്പോൾ അങ്ങോട്ട് കാണൂല കേട്ടോ. വണ്ടി അങ്ങനെ പോകുന്നുണ്ട്, അതങ്ങനെ കാണൂല. ഇനി ഇപ്പോൾ ഇൻഡിക്കേറ്റർ കിട്ടാൻ നൈസായിട്ട് സൈഡ് ആക്കണം. അവിടെ കാണില്ല, അത് മൂടി അതിന് കോഴ. അപ്പോൾ നമ്മളീ കാണുന്നുണ്ടാവില്ല, നമുക്ക് നമ്മളെ മാത്രമേ കാണുള്ളൂ, ഓൽക്കൊന്നും നമ്മളെ കാണണ്ടാവില്ല. അവിടെ ആ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ അവിടെ ആ വണ്ടിൻ്റെ ആ ട്രാവലറിൻ്റെ ചെറിയൊരു ലൈറ്റിങ് ബ്രേക്ക് ലൈറ്റ് ഇങ്ങനെ കാണാൻ നല്ലത്, വേറെ ഒന്നും കാണില്ല. ഇപ്പോൾ ഇവിടെ നോക്കി എവിടെ മലനിര, ഇതൊക്കെ ആകാശം പോലെ നിൽക്കുവാണ്. ആകാശഭൂമി ഒന്നായി. അയ്യോ പെട്ടോ, നമ്മൾ പെട്ടോ. സംഭവം എന്താ വെച്ചാലേ ഞങ്ങൾ വണ്ടിയുടെ കൂത്തിരിക്കണം. മഴ പെയ്തു കഴിഞ്ഞ സീനാണ്. നമുക്ക് എന്താ ചെയ്യാറില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവരൊക്കെ ഇതാ പാസ്സാകണല്ലോ, കാറൊക്കെ ഇതാ പാസ്സാവുന്നു, നമ്മൾ പാസ്സാവുന്നില്ല, നമ്മളോട് ഇരിക്കണം. നമുക്ക് പണിയായി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വൈപ്പർ കൂടി വർക്ക് ആവണില്ല. വൈപ്പർ വർക്ക് ആവണില്ല. അപ്പോൾ ഈ കോടയൊക്കെ ആകുമ്പോഴേ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീനാണ്. വൈപ്പർ മോട്ടർ കംപ്ലൈൻ്റ് ആണ്, അത് മാറ്റേണ്ടി വരും. എന്തായാലും ഇവിടെ നനങ്ങട്ടെ നോക്കണം. ശരിക്കും പറഞ്ഞാൽ നെല്ലിയാമ്പതിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഞാൻ തൊട്ടും പ്രതീക്ഷിച്ചതല്ലോ. ഇത്രയും കോടയും കാര്യങ്ങളും നമുക്ക് സൈഡൊന്നും കാണുന്നില്ല എല്ലാ ഭാഗത്തും. കാരണം ഈ മഴ ഇങ്ങനെ വന്നത് കൊണ്ടാവാം ഇത്രയാണ് കയറിയത്. പക്ഷേ എങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ താഴത്തേക്കൊന്നും കാണൂലല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വന്നിട്ട് വലിയ കാര്യമില്ല. പിന്നെ ഈ കോട കണ്ട് ആസ്വദിക്കാനൊക്കെ ആണെങ്കിൽ വരാം. ഇത് അധികം കിട്ടാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ സ്ഥലമൊക്കെ അടിപൊളി വരും. അതുകൊണ്ട് ഞങ്ങൾക്കിത് അടിപൊളിയാണ്. ഞങ്ങൾക്ക് കോടയൊന്നും വല്ലാതെ കിട്ടാത്ത ആൾക്കാരാണ്. എടാ ഞങ്ങളുടെ യാത്രയിൽ പൊതുവെ ഞങ്ങൾക്ക് അത്രത്തോളം കോടയൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല കോട കിട്ടി. ഞങ്ങൾ കോട മഞ്ഞിൽ ഓഹോ അല്ലേ, വണ്ടി സൈഡൊക്കെ കറക്റ്റിട്ട് തടുകിട് അതല്ല. പിന്നെ മുന്നിലൊക്കെ കോടയാണ്, നമ്മൾ പതുക്കെ പോകണുള്ളൂ. വണ്ടിയുടെ വൈപ്പർ റെഡിയാക്കണം, ഒരു UPS, ഒരു പൊളി മാർക്കറ്റ് പോയി UPS കിട്ടണം, ചാർജറിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് നമ്മൾക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നെല്ലിയാമ്പതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്ലിയർ ആക്കണതൊക്കെ. പിന്നെ ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യാതൊരു നിർവാഹമല്ല. നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ലല്ലോ, കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താ വെച്ചാൽ ബുദ്ധിമുട്ടാവും. ചങ്ങായിമാരെ ഇവിടെ നിന്നൊരു എന്താ ട്രക്കിംഗ് ഉണ്ട്. ആ ട്രക്കിങ്ങിന് വേണ്ടി നിർത്തിയുള്ള ജീപ്പുകളാണത്. അത്ര 1400 റുപ്യല്ലടാ, 1400 റുപ്യ. വലിയൊരു മൗണ്ടൈൻ മക്കാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പാലക്കാട്ടിലെ ഏറ്റവും ഹൈ ആണെന്നൊക്കെയാണ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ കൂടി പോയാൽ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് നമുക്ക് പോവാം. നമ്മൾ അങ്ങോട്ടേക്കാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ്. ഇവിടേക്കൊക്കെ നല്ല രീതിയിൽ കോടയൊക്കെ മാറി നല്ലൊരു അല്ലേ മുന്നിലേക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ചെറിയ റോഡാണ്, നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല രസമാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേയിലയൊക്കെ സ്റ്റാർട്ടായിട്ടോ. ഓ നല്ല തേയില, അതിന് നടുക്കുക ഒരു വീട് പോലെ. കണ്ടത് നല്ല രസമാണ് കാണാം. ആ അവിടെയൊക്കെ എന്നും തണുപ്പായിരിക്കും അവർക്ക്, എന്നും തണുപ്പായിരിക്കും. ചൂടറിയുന്നുണ്ട്. AC വെച്ച പോലെ ആയിരിക്കും. ഇവിടെ ഒരു സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴേ റോഡ് വളരെ മോശമാണ്. മഴയാണെങ്കിൽ ഇങ്ങനെ സ്പ്രേ അടിച്ച് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ കോട മൂടി കിടക്കണം. വല്ലാത്തൊരു ക്ലൈമറ്റാണ്. ഗായ്സ് ആ കാണുന്നൊരു ഗേറ്റ് ഉണ്ടോ? അപ്പോൾ നമ്മൾ ആ സീതാർകുണ്ട് സ്റ്റേറ്റിലേക്ക് കയറുവാണ്. അവിടെ നമ്മുടെ പേര്, അഡ്രസ്സുണ്ടോ, പേര്, മൊബൈൽ നമ്പർ, നമ്മളുടെ സ്ഥലം, ഇത്തരം കാര്യങ്ങൾ, വണ്ടി നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിലെ പാസ്സായി പോവാം. ഇതിനകത്തുകൂടെ പോകാൻ രസമാട്ടോ. ഒരു സൈഡിൽ നല്ല ബുഷ്, ഒരു സൈഡിൽ പിന്നെ മറ്റൊരു ചെടി, നല്ല ഗാർഡനൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന. റോഡ് കുറച്ച് മോശമാണ്, എന്നാലും കാണാനും പോകാനും അതൊരു പ്രത്യേക വൈബുണ്ട്. കാപ്പിത്തോട്ടം, രണ്ട് സൈഡിലും നല്ല ഗാർഡൻ പുല്ലുകൾ, പിന്നെ വലിയ വലിയ മരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഈ ഒരു തോട്ടത്തിൽ കൂടെ എസ്റ്റേറ്റിലൂടെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. ആകെ എന്താ പറയുക, പൊളിഞ്ഞാടിയ റോഡ്, നമ്മുടെ വണ്ടിക്ക് പറ്റാത്ത റോഡ്. ഏതായാലും ഇതിൽ റിസ്ക് എടുത്ത് പോവുകയാണെങ്കിൽ സീതാർകുണ്ട് വ്യൂ പോയിന്റ് പോയിട്ട് ഒന്നും കാണൂല. അവിടെയാണെങ്കിൽ ഫുള്ള് കോടേക്കാരൻ അല്ലാതെ
കണ്ടടേ ഉക്കു അവിടെ ഇരിക്കുന്നു നോക്കൂ നീ ഇവനൊക്കെ തണുത്തിട്ട് ആകെ ഇളിഞ്ഞിട്ടോ. ഇവിടെ വണ്ടി പാർക്കിങ് കാര്യമൊക്കെയാണ്. നമ്മൾ ഇതുപോലത്തെ ചെറിയൊരു ഷീറ്റ് എടുത്തിരുന്നു. മഴയാണ്, ഭക്ഷണം കഴിച്ചില്ലേ, വിശക്കുണ്ട്. രാവിലെ തന്നെ ഉണ്ടാക്കിയാൽ മതി പറഞ്ഞു ഉച്ചയ്ക്കുള്ളത്. ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ ഇവിടുന്ന് ഇങ്ങനെ വണ്ടി മുന്നൊരു ഷീറ്റ് ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ ചെറിയൊരു മറ പോലെ നമുക്ക് ഉണ്ടാകും. എന്നിട്ട് നമുക്കിവിടെ കുക്ക് ചെയ്യാം. അപ്പോൾ അത്തരം പരിപാടി നോക്കട്ടെ കേട്ടോ. ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കലൊക്കെ നല്ല രസമായിരിക്കും ഭക്ഷണം ഉണ്ടാക്കല്. കാരണം ഇത്തരത്തിൽ നമ്മുടെ ഒരു പായുണ്ട്, ചെറിയ ഷീറ്റാണ്, ഇങ്ങനെ കെട്ടിയിട്ട് നമ്മുടെ ഈ കർട്ടൻ ഈ സൈഡിൽ കെട്ടിയിട്ട് നമ്മുടെ അടുപ്പിന് ഇവിടെ തന്നെ വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അടുപ്പിനോട് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാം. ഈ കാറ്റടിച്ചുമ്പോൾ പിന്നടിച്ചുള്ളിലൂടെ പിന്നടിക്കാൻ എന്തെങ്കിലും പിന്നുണ്ടോ? നിലമ്പൂർ വണ്ടി വരും. ഞങ്ങൾ ട്രാവലിംഗ് ആണ്. ഞങ്ങൾ വണ്ടൂര്, നിലമ്പൂർ വണ്ടൂര്. നിങ്ങൾ ഡ്രൈവർ ആവൂലേ? ഡ്രൈവറാ വണ്ടി? അല്ലേ നിലമ്പൂർ എവിടെ? തുവൂരോ? ആ തുവൂരൊക്കെ നമ്മൾ അടുത്ത്. എന്തിന്റെ? ചെരുപ്പിന്റെ വർക്ക്. ആ ഇവിടെ ഫാമിലി ആയിട്ട് പോന്നാ? നനഞ്ഞ് ഇന്ന് പ്രതീക്ഷിക്കാത്ത മഴയാണോ? ഓക്കെ ആ ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ ഇവിടെ ഡ്രൈവറാണ് ചോദിക്കേണ്ടി ഇനി സ്ഥലമാവട്ടെ. ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോൾ എന്താ നല്ല ജോലിയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും പോട്ടെ. നമ്മളെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇവിടെ കാറ്റടിക്കുന്നുണ്ട്. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ കറിക്കുള്ള അരിയാണ്. എന്താ കറി ഉണ്ടാക്കണം? സോയാബീൻ ഉണ്ടാക്കില്ല. കുറച്ച് സോയാബീൻ ഉണ്ടാക്കാം. ഞാൻ നല്ല രീതിയിൽ മസാലയൊക്കെ ഇട്ടിട്ട് ഉഷാറാക്കി ഉണ്ടാക്കാം. കുക്കിംഗ് വീഡിയോ വല്ലാതെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കയ്യിലവിടെ. അപ്പോൾ ഞങ്ങൾ തന്നെ തട്ടുകൂട്ടിലായിരിക്കണം അവിടെ. അപ്പോൾ അത്രയും തട്ടുകൂട്ടായിക്കണേ ആയിക്കോട്ടെ, ഞങ്ങളൊന്ന് ഉണ്ടാക്കട്ടെ. അങ്ങനെ ചോറായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കറിക്കുള്ള അരിഞ്ഞ് വെച്ചിരിക്കണം. കറിയല്ല, നമ്മൾ സോയാബീൻ. ഈ സോയാബീനൊന്നും ഞുറുക്കാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല. നമുക്ക് ടാർപ്പായ കുറച്ച് വലുതാണ് അല്ലടാ, ഇതുണ്ടാവില്ല. ഇതുകൊണ്ട് ഉണ്ടാവില്ല. ഇതൊരു പ്രത്യേകമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ നാട്ടിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു ലൈഫില്ല. ഇതൊന്ന് മനസ്സിലാക്കണം. നമ്മൾ നാട്ടിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, എവിടേക്കും പോകണില്ല, നമ്മൾ ഹോട്ടൽ ലൈഫ് ചെയ്യണില്ല. ഈ അനുഭവം നമുക്കുണ്ടോ ജീവിതത്തിൽ? ഇല്ല. അപ്പോൾ ഇത് ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങൾ ചെയ്തതുകൊണ്ട് കിട്ടിയതാണ്. ഒക്കെ നമ്മൾ ദൈവത്തിന് നന്ദി പറയാം അല്ലേ? ഇതൊക്കെ കുക്ക് ചെയ്തിട്ട് വേണം മടമട തിന്നാൻ. ഇപ്പോൾ ഒരു മണിയായി, പാക്കറ്റ് വെച്ചാൽ ഇന്ന് 10 മണിക്ക് കൂടി ഒന്നും തിന്നിട്ടില്ല. അവിലുമലൊക്കെ അവിലിന് ഭയങ്കര മൈലേജാണ്. ഈ അരി നല്ല അടിപൊളി അരിയാണ്. ഈ അരിക്കല്ല മൈലേജാണ്. വേഗം ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. സിൽക്കി അല്ല, സിൽക്കി ആണ്ട്. ഇനി സിൽക്കി ആണെങ്കിൽ കുറച്ച് നേരത്തെ ആവും ചെയ്യും, മൈലേജും ഉണ്ട് അല്ലേ? ഇവിടെ ഇപ്പം മഴ ഏറെക്കുറെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചോർന്നു തുടങ്ങിയിട്ടുണ്ട്. കാറ്റാണ്, ഭയങ്കര കാറ്റല്ലടാ. ഉപ്പിൻ്റെ ഭാഗം ഉപ്പ് നോക്കണം. തിളച്ചു തുടങ്ങിയില്ല. സോയാബീൻ കിടന്ന് തിളക്കുവാണ്. ചിക്കൻ അല്ലട്ടെ, ചിക്കനും ബീഫൊന്നും അല്ല, പക്ഷെ അതുപോലെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങള് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ അതിൽ ജാക്കറ്റില്ല, ഞങ്ങളിങ്ങനെ മൂടി പോച്ചാൽ അങ്ങനെ പോകും. ഒരു പോക്ക് കുടയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായിരിക്കും. ഞമ്മക്ക് ഇതെങ്കിലും ഉണ്ട്, ഇതും കൂടി ഇല്ലാത്ത എത്ര അങ്ങനെ ആൾക്കാരുണ്ട്. ഗൈസ്, നമുക്ക് ഇതുപോലത്തെ കവർ വാങ്ങണം. ഞങ്ങൾ രണ്ടാവും പോകുന്നുണ്ട്. ഇങ്ങനെ പോകാൻ പറ്റുക ആയിരിക്കും. ഇത് രണ്ടാൾക്ക് ഒരുമിച്ച് പോകാനുള്ള ജാക്കറ്റാണ്. വെറും 10 രൂപ ഉള്ള ഈ സാധനത്തിന് വില. ഇതുപോലെ പോലത്തെ ഈ സാധനം വാങ്ങണം നമുക്കും തന്നെ. ഈ കവർ ഇതിന് വലിയ വില ഒന്നുമില്ല. ഇതാണോ കൊണ്ട്? എടാ മോനെ അമ്മവിയോലെ അതാ ഞങ്ങളെത്തിയിരിക്കുന്നു. തിജും പുകയും വിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇവിടെ നോക്കിയാലും ഒന്നും കാണൂല. ഇതുമോട് പാറി പോകുക അതായത്തേക്ക്. അങ്ങനെ ഇതാണോ വ്യൂ പോയിന്റ്? ഓ, സംഭവം സൂപ്പർ സ്ഥലം കേട്ടോ. നല്ല കാറ്റാണ്. മൊത്തത്തിൽ പാറി പോകാവോ? നല്ല കാറ്റാണ്, നല്ല കാറ്റ്, നല്ല കാറ്റ്. അവിടെ നോക്കിയാൽ താഴത്തേക്ക് ഒന്നും കാണില്ല. നല്ല രസമായി അല്ലേ? ഇതിനല്ല ഇപ്പം ഇങ്ങോട്ട് വന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ട് കാണാം അല്ലേ? അതെന്ത് അവിടെ തന്നെ കാണുന്നുണ്ട്. എവിടെ നിന്നോ
ഓക്കെ 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 സംഭവം നമ്മൾ ഇത്രയും കോട മഴ ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് വരണ്ട. ഈ ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഉണ്ടോ താഴത്ത് നോക്കിയിട്ട് കാര്യമായിട്ടൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഫുള്ള് കോടയാണ്. ആകാശത്തേക്ക് നോക്കിയാൽ അതേപോലെ തന്നെയാണ് താഴത്ത് നോക്കിയാൽ. ഞങ്ങൾ നേരെ വണ്ടി കോട്ടെ കേട്ടോ. കാരണം ഞങ്ങൾ ആകെ നനഞ്ഞ് അപ്പം ആ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ട് വേണം, പിന്നെ കവറ് വാങ്ങണം. ആകെ നനഞ്ഞാണ് ഇവങ്ങൾക്ക് നല്ല നനഞ്ഞ്, ഞാൻ നനഞ്ഞ് കാലൊക്കെ ഉണ്ടോ ഫുള്ളിട്ട് ആകെ നനഞ്ഞു പോയി. നമുക്ക് ഇനി ഇപ്പോൾ 2 മണിയായി, 3 മണിക്കൂർ കൊണ്ട് താഴത്തേക്ക് എത്തണം. 5 മണിയാകുമ്പോൾ നമ്മുടെ എത്താൻ പറഞ്ഞല്ലേ. ഇനിയിപ്പോൾ അത് 5:30 ആയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതണം. എന്നാലും നമുക്ക് പോവാം. ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ പോയി ഇറങ്ങിയില്ലെങ്കിൽ പല തടസ്സങ്ങളും വഴിയിൽ വരാണ്ട്. കോട വന്ന് കയറിയിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഇറങ്ങുവാണ്. അല്ലടാ ഇനിയുണ്ട് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഇനി അവിടെ ഒന്നും പോകണില്ല. നമ്മൾ നേരെ നൈസെടുത്ത് തെളിക്കുക. ഗൈസ് ഇവിടെ നല്ല മഴയാണ്. അവിടെ ആ ഒരു തേയിലത്തോട്ടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അതിൽ തലയിൽ കവറിട്ടുകൊണ്ട് തേയില നുള്ളുന്നുണ്ട്. ആ കാഴ്ച കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത് മനോഹരമായുള്ളൊരു കാഴ്ചയാണ്. പക്ഷേ എങ്കിൽ നമുക്കതൊരു സങ്കടകരമായുള്ളൊരു കാഴ്ചയും കൂടിയാണ്. അല്ലതാ രണ്ടും പാട് ഉൾക്കൊള്ളുന്നൊരു കാഴ്ചയാണ്. കാരണം ഇത്രയും തണുപ്പിൽ നമ്മൾക്കും കൂടി നിൽക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ശീലമായേക്കാം. എന്നാലും ഇതൊരു മഴയത്തും അവരവരുടെ ജോലിയിലാണ്. നല്ല രസകരമായ സ്ഥലമാണ്. അവരുടെ ജോലി നടക്കട്ടെ. അവർ ഇതൊക്കെ ഉൾക്കൊണ്ട് ഈ കാലാവസ്ഥയൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ്. നല്ല മഴയാണ്. മഴയ്ക്ക് യാതൊരുവിധ കുറവുമില്ല. നേരി നിൽക്കുവാണ്. നമ്മൾ മേലേക്ക് പോയപ്പോൾ കണ്ടിരുന്ന സ്ഥലമാണ് ഗൈസ്. താഴത്തേക്കൊക്കെ ഫുള്ളായിട്ട് പാല് പോലെ കിടക്കുവാണ്. എന്താ പറയുക, തൂവൽ മെത്ത പോലെ കിടക്കുവാണ്. ആകാശം ഏതാണ് കോട ഏതാ തിരിച്ചറിയാൻ പറ്റാതെ അത്രത്തോളം ആയിട്ട് അത്രയും കോട കയറി കിടക്കുവാണ്. ഫ്രണ്ടിക്കൊക്കെ കോട തന്നെയാണ്. പതുക്കെ പോകുന്നുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോയിൽ പരമാവധി ഇതൊക്കെ തന്നെ എനിക്ക് കാണിക്കാനുള്ളൂ കേട്ടോ. ഈ കോട നിറഞ്ഞു നിൽക്കുന്നത് താഴത്തേക്കൊന്നും ഒരു പൊട്ടും പൊടിയും കാണാമല്ലോ മോനെ. ഇല്ലല്ലോ. മല്ല ഇവിടെ കാണുന്ന 2-3 മരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് താഴത്തേക്കുള്ള ഒന്നും കാണാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. ഇവിടെ എല്ലാവർക്കും വന്ന് നിന്നുകൊണ്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിൻ്റാണ്. പക്ഷേ വ്യൂ പോയിൻ്റൊക്കെ ആകെ കോട കയറി കിടക്കുവാണ്. തണുത്തിട്ടാകെ വിറക്കൽ തുടങ്ങിയാണ്. ഇവിടെ പിന്നെയും കുറവുണ്ടാണ്ട് നിങ്ങൾ കോട കയറി പോകുന്നുണ്ടാ. നമ്മൾ താഴത്തേക്ക് എത്താറായിട്ടുണ്ട്. എത്രങ്ങനോ മേലൊക്കെ അങ്ങനെ കയറി പോവാണല്ലോ. അയ്യോ നെല്ലിയാമ്പതിക്കൊക്കെ ഇപ്പോൾ വരണമെന്ന് കരുതുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, നിങ്ങൾക്ക് ഈ കോടയൊക്കെയാണ് ആസ്വദിക്കാം. കോടയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകണമെന്ന് കരുതണമെങ്കിൽ പറ്റിയ ടൈമാണ് ഈ മൺസൂണിൻ്റെ സ്റ്റാർട്ടിങ് എന്നൊക്കെ പറയുന്നത്. നല്ല തണുപ്പുമുണ്ട്. നല്ലൊരു എന്താ പറയുക, വല്ലാത്തൊരു മറ്റേ മക്കളെ നമ്മളാണെങ്കിൽ ഈ വണ്ടി കൊണ്ട് പോന്നിട്ടേ ഈ വണ്ടി കൊണ്ട് പോന്നിട്ട് അതിനേക്കാൾ ഞങ്ങൾക്ക് തണുപ്പ് ഫുള്ളായിട്ട് കിട്ടുകയാണല്ലോ. ഗ്ലാസ് ഒന്ന് പൊന്നിച്ചിരുന്ന് ചൂട് കൊണ്ടിരിക്കാൻ പറ്റില്ല. തണുപ്പ് ഫുള്ളായിട്ട് കൊള്ളുവാണ്. ആ കൊള്ളലും കൊണ്ട് മയം കൊള്ളുന്നുണ്ട്. ഒക്കപ്പാടാണ്. എല്ലാ തണുപ്പും ഞങ്ങൾക്കുണ്ട്. ആണെങ്കിലോ ഇത്രയും മനോഹരമായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായി. അല്ലടാ ഭയങ്കര ഇഷ്ടം. കണ്ണിന് കുളിരേകുന്ന, മനസ്സിന് കുളിരേകുന്ന, നമ്മളുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവുന്ന സന്തോഷം മാത്രം നമുക്ക് തരുന്ന ഒരു കാഴ്ചയാണിപ്പോൾ. കാരണം അതുകൊണ്ട് ഇത് ആരും അവിടെ തീയിട്ട് പുകയിടല്ല. അവിടെ നിന്ന് ഇങ്ങനെ പ്രകൃതിയുടെ ഓരോരോ കുസൃതികളാണത്. ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ചെറിയ വാട്ടർഫാൾസുകൾ. അതായത് മലയ്ക്ക് മഴ പെയ്തിട്ട് അതിലൊക്കെ ധാരാളം വെള്ളങ്ങൾ ചാടി ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചയാണത്. പക്ഷേ എങ്കിൽ ഞാൻ ഈ ക്യാമറയിൽ ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ഇതിൽ എനിക്ക് കിട്ടുന്നുണ്ടോ ഇല്ലെന്നുള്ള എഡിറ്റ് ചെയ്യുമ്പോഴേക്കും അറിയുള്ളൂ. അതിൽ ധാരാളം 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. 6 എണ്ണം ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാണാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ അതിലൊക്കെ കോട ഉണ്ടായതുകൊണ്ട് അതിലൊക്കെ ഉണ്ടാവാം, കാണാൻ വേണ്ടി പറ്റുന്നില്ല. കോട അങ്ങനെ കയറി പോകുന്ന കാണേണ്ട ഞങ്ങൾ എന്നാ സ്പീഡാണ്, നല്ല സ്പീഡിൽ കയറി പോവാണ് ആൾ. ഞങ്ങളെ താഴത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 3 മണിയാണ്. 3:10 3:10 ഇപ്പോൾ സമയം എന്ന് പറയുന്നത്. നമുക്കൊരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇന്നലെ പാർക്ക് ചെയ്തില്ലേ അവിടേക്കെത്തണം. അവിടെയാണ് ഇന്നത്തെ സ്റ്റേയും കൂടി അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. മഴക്കൊക്കെ ഒരു ആശ്വാസം. മഴയൊക്കെ കുറഞ്ഞു. നമ്മൾ പോന്നിരുന്ന സ്ഥലത്തുള്ള വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടായി പോയപ്പോൾ കുറച്ചുള്ളൂ. അവിടെയൊക്കെ ഇപ്പോൾ ധാരാളം വെള്ളമാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം വെള്ളം. നമ്മുടെ വണ്ടി ആകെ നനഞ്ഞു കേട്ടോ. മഴയല്ലേ. ഷെയറാട്ടെ അല്ലടാ മോനെ.
അയ്യോ ഉള്ളൊക്കെ നനഞ്ഞ് കിടക്കണ്, പിണ്ടി അയക്കണ് തലേണ നനഞ്ഞോ. ഇവിടേക്കൊന്നും പിന്നെ വെള്ളം വരില്ലല്ലോ അല്ലേ, ഇതൊന്നും വെള്ളം വരില്ല. ഇപ്പോൾ കണ്ടെങ്കിൽ കോടയൊന്നും കാണാനില്ല, കോടയൊക്കെ കയറി അങ്ങനെ പോയി, എല്ലാം ഒഴിഞ്ഞു അല്ലേ. പിന്നെ ഉണങ്ങിയില്ലേ, നനഞ്ഞത് ഉണങ്ങിയ മാതിരിക്ക് തോന്നണില്ല. ആക്കെ ഉണങ്ങി, അതൊക്കെ ഉണങ്ങി. ഓ ഇതിലെ ഇങ്ങനെ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടാണ്ട് അതിലൊക്കെ ഇഷ്ടംപോലെ വാട്ടർഫാൾസുകൾ ചാടുന്നുണ്ട്. നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്, പല ചാലുകളായിട്ട് എങ്ങനെ വരുന്നുണ്ട് ഇഷ്ടം പോലെ. അതിൽ മാത്രമല്ല, താണ്ട അതിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ അതാ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ സ്ഥലത്ത് കൂടെ നമുക്ക് വാട്ടർഫാൾസുകളൊക്കെ കാണാൻ പറ്റും. അതിമനോഹരമായുള്ള സ്ഥലം തന്നെയാണ് നെല്ലിയാമ്പതി. അത് ഈ ഒരു മൺസൂൺ സീസണാണെന്ന് തോന്നുന്നു ഇവിടേക്ക് ഏറ്റവും നല്ലത്. എന്താ പറയുക, നല്ല കാട്, നല്ല കാട്ടരുവി അവിടെ ഞങ്ങൾ ഇതിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിലൊക്കെ ഈ പാറയിലൊക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ച് ചാടുന്നുണ്ട്, ഇതൊക്കെ ചാടുന്നുണ്ട്. പോർത്തുണ്ടി ഡാമിൻ്റെ താഴത്തു കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മഴ എപ്പോഴോ പെയ്തു പോയി എന്നല്ലാതെ യാതൊരുവിധ പ്രശ്നവുമില്ല. അല്ലടാ മോനെ, എല്ലാം പഴയ പോലെ നടക്കുന്നു. കാലാവസ്ഥയൊക്കെ കോടയില്ല, മഞ്ഞില്ല, തണുപ്പില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ താവളത്തിലേക്ക് എത്തിയ മയിലുകൾ അതിലേ നടക്കുന്നു. ഒരാ വേസ്റ്റ് എന്തൊക്കെ നുള്ളിപ്പൊറുക്കി തിന്നുകൊണ്ട് കേട്ടോ, കുറേ ഉണ്ട് വയസ്സ്. അപ്പോൾ ഈ ഒരു കാടിനകത്ത് ധാരാളം മയിലുകൾ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇന്നലെ നമ്മളിവിടെ ഈ ഒരു പറമ്പിലാണ് കിടന്നത്, ഇന്നും തന്നെ ഈ ഒരു പറമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം അധികം സമയമൊന്നും ആയില്ല, അപ്പോൾ ഉണ്ടോ 4:40 അല്ലേ, വലിയ സമയമൊന്നും ആയില്ല. പക്ഷേ എങ്കിൽ എന്താ ഇതല്ല. ഏതായാലും ഇന്ന് ഞങ്ങൾ ഇത്ര നേരത്തെ കയറാനുള്ള കാരണം മഴ പെയ്ത് പിണ്ടിയായി. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കുറച്ച് സേഫാണ്. ഇവിടെ ഈ സ്ഥലം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെ കിട്ടാറില്ലല്ലോ. ഇവിടെ രാത്രി ചില ആളുകളൊക്കെ ഇങ്ങനെ വരാറുണ്ട്, അല്ലാതെ ഇല്ല, പ്രശ്നമൊന്നുമില്ല, സേഫാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ വിളിച്ച് വൈൻഡപ്പിയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. നാളെ മിക്കവാറും ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലേക്ക് കയറും കേട്ടോ. തൃശ്ശൂർ ജില്ലയിലേക്ക് പാലാപ്പള്ളി വഴിക്കൊക്കെ ഞങ്ങൾ വരുന്നുണ്ട്. ഓക്കെ.